ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡിലേക്ക് വരാം. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ഇതിന് ഇൻറ്റീരിയർ വരുന്നത്. ഇവിടെ ആയിട്ട് ഡോർ പാഡിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലെതറിന് കണക്ക് പറയാനുള്ള ലെതർ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളർ പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റുകളൊക്കെ എയർ വെന്റിലേറ്റഡ് ആണ്. പുറകിലെ സീറ്റും എയർ വെന്റിലേറ്റഡ് ആണ്. അപ്പോൾ എല്ലാ സീറ്റ് കൺട്രോൾസിൻ്റെയും എയർ വെന്റിലേഷൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഡോർ സൈഡിൽ തന്നെ, ഡോർ പാഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ത്രീ ടൈപ്പ് ഓഫ് കൺട്രോൾസ് കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് താഴെയായിട്ട് ഇന്നർ ഹാൻഡിൽ കാണാം. പിന്നെ നമ്മുടെ മിറർ കൺട്രോൾസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങൾ. താഴെയായിട്ട് നമ്മുടെ ഹർമൻ ഗാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ള സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് അറിയാം ഹർമൻ ഗാർഡിൻ്റെ കമ്പനിയെ കുറിച്ചും അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു സൗണ്ട് സിസ്റ്റം ആണ്, അവരാണ് ഈ ഒരു സൗണ്ട് സിസ്റ്റം മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് കുപ്പികളോ ബോട്ടിൽസോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡോർ സൈഡിലേക്ക് വരുമ്പോൾ പറയാനുള്ളത്. പിന്നെ ഡോർ മിറേഴ്സ് വരുന്നത് ഈ രീതിയിലാണ്. ഇവിടെ ചെറിയൊരു മിററും വരുന്നുണ്ട്, പിന്നെ നമ്മളെ മെയിൻ മിററും വരുന്നുണ്ട്. ഇനി സീറ്റുകളിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ട് തരുന്ന സീറ്റ് മെറ്റീരിയൽ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ്. ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലായിട്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് താഴെയായിട്ട് ഫ്രണ്ടിലേക്കുള്ള ബട്ടൺ, ബാക്കിലേക്കുള്ള ബട്ടൺ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം സ്ക്വയറും അല്ല എന്നാൽ റൗണ്ടും അല്ല, ഒരു ഡുവൽ ഡി കട്ട് ഡിസൈനിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതുപോലെ തന്നെ കിയ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റും. മറ്റുള്ള കൺട്രോൾസ് ഇവിടെ കാണാം. ട്രാക്ഷൻ മോഡ് കൺട്രോൾ, ഡ്രൈവ് മോഡ് കൺട്രോൾ, അതുപോലെ തന്നെ മോഡ് കൺട്രോൾസ്, നമ്മളെ വോയിസ് അസിസ്റ്റന്റ് ബട്ടണുകൾ, കോൾ അറ്റൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓക്കെ ബട്ടണ് കാര്യങ്ങൾ, മറ്റുള്ള എല്ലാ കൺട്രോൾസുകളും സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. താഴെയായിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ കാണാം ഈ ഒരു രീതിയിൽ. അതിന് താഴെയായിട്ട് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ചുകൾ, അതായത് നമ്മളെ വൈപ്പറിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമ്മളെ ഹെഡ് ലാമ്പിനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് ഒരു 3 ടൈപ്പ് ഓഫ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതായത് ടോട്ടലായിട്ടൊരു 13 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ക്ലസ്റ്റർ ഈ ഒരു രീതിയിൽ ഇവിടെയും സെൻട്രലായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ, നമ്മളെ AC വെന്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസ്പ്ലേ പൊസിഷൻ ഇവിടെയും, അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഈ ഒരു രീതിയിൽ വലിയൊരു 13 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ മറ്റുള്ള കൺട്രോൾസ്, എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒത്തിരി ലെങ്തി ആകും. അതുപോലെ തന്നെ അതിന് താഴെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് തന്നെയാണ് അതിൻ്റെ മീഡിയ സെറ്റപ്പ്, അതുപോലെ തന്നെ മാപ്പ്, ഹോം, സെർച്ച് കാര്യങ്ങൾ, വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. താഴെയായിട്ട് ഹസാർഡ് ബട്ടൻ്റെ ആ ഒരു സ്വിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിന് താഴെയായിട്ട് നമ്മളെ AC വെന്റ് കൺട്രോൾസ് കാര്യങ്ങൾ. പിന്നെ ഇവിടെയായിട്ട് അത്യാവശ്യം ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയലാണ്. ഇവിടെയൊക്കെ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഗ്രിപ്പ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ അത് താഴേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് സാധാരണ വാഹനങ്ങളിലൊക്കെ. ഇതിന് അത് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പരിധി വരെ. ഓക്കെ, പിന്നെ സൗണ്ട് സിസ്റ്റത്തിൽ ട്യൂട്ടറായിട്ട് 2 വശത്തായിട്ട് ട്യൂട്ടർ കാണാം. പിന്നെ ഈ ഒരു രീതിയിലാണ് ഓവറോൾ നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ, നമ്മളെ ACയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. അതിന് താഴെയായിട്ട് മൊബൈൽ ചാർജർ കണക്റ്റിംഗ് Type-C പോർട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു Type-C പോർട്ട് തന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് USB ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇവിടെ കാണാം. അതിന് പുറകിലായിട്ട് നമ്മുടെ DCT ക്ലച്ച് വരുന്ന ഗിയർ നോബ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഗിയർ നോബ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് ഈ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന് ഇവിടെ കാണാം. അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾസ് ഇവിടെ കാണാം. ഇനി ഈ ഒരു കപ്പ് ഹോൾഡറിനെ കുറിച്ചാണ്. ഇത് കപ്പ് ഹോൾഡർ കം നമുക്ക് സ്റ്റോറേജ് സ്പേസും കൂടിയാണ്. ഈ ഒരു പുഷ് ചെയ്യുന്ന സമയത്ത് കപ്പ് ഹോൾഡറും നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസും ആണ് ഇതിൽ വരുന്നത്. 2 സൈഡിലായിട്ടും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്റ്റോറേജ് സ്പേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ കാണാനുള്ളത്. പിന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് ആംറസ്റ്റ് ആണ്. ആംറസ്റ്റ് നമുക്ക് അത്യാവശ്യം ഇതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് എയർ പ്യൂരിഫയർ കൺട്രോൾസ് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു വാഹനത്തിൽ നല്ല രീതിയിൽ എയർ പ്യൂരിഫൈസേഷൻ നടക്കുന്നുണ്ട്. മറ്റൊരു ഫീച്ചറായിട്ട് പറയാനുള്ളത് ഡാഷ്ബോർഡിന് ചുറ്റുമായിട്ട് കാണുന്ന ആംബിയൻ ലൈറ്റ്സുകളാണ്. അത് നമുക്കിത് ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. അതായത് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് 360 ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. 4 ക്യാമറകളോടും ചേർന്നിട്ടുള്ള
ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടുതലായിട്ടും അടുത്തടുത്ത് മതിലുകളുള്ള റോഡുകളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു 360 ഡിഗ്രി ക്യാമറ വ്യൂ ഏറെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതിന്റെ ബാക്ക് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാം. എയർ വെന്റിലേറ്റഡ് സീറ്റുകളാണ്. സീറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓവറോൾ ഇതാണ്. റിയർ വ്യൂ മിറർ ഇവിടെ കാണാം. അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, കിയ കണക്റ്റിൻ്റെ സ്വിച്ചസും അതുപോലെ തന്നെ SOS കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സൺഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മളെ കോ ഡ്രൈവറെ സൺഷെയ്ഡിന് ഇതുപോലെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റ് നമ്മളെ റൂഫ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. സൺ ഗ്ലാസ് ഹോൾഡർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ റൂഫ് ലാമ്പൊക്കെ ചെറിയൊരു റൂഫ് ലാമ്പ് യൂണിറ്റാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പനോറമിക് സൺ റൂഫിനുള്ള ആ ഒരു ട്രിഗർ ഇവിടെ കാണാം. പ്രസ് ചെയ്യുന്ന സമയത്ത് പനോറമിക് സൺ റൂഫ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറകിലേക്കും ഫ്രണ്ടിലേക്കും മറ്റുള്ള കൺട്രോൾസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡാഷ് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഹാൻഡിൽ ബാർ ഇവിടെ കാണാം, ഡ്രൈവർ സീറ്റിൽ വരുന്നില്ല. അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ള കൺട്രോൾസ് നേരത്തെ ഫ്രണ്ടിലെ കൺട്രോൾസ് പോലെ തന്നെയാണ് എയർ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാം. ഹർമൻ ഗാർഡിൻ്റെ സിസ്റ്റം കാണാം. പിന്നെ ഇവിടെ ഒരു സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസ് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. പക്ഷേ നല്ല സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പുറകിലേക്ക് വരുന്ന ACVT കൺട്രോൾസ് കാര്യങ്ങൾ പറഞ്ഞു. അതിന് താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഈ ഒരു Type-C കണക്ടറുകൾ യൂസ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു റോ വരുന്നത്. മെയിനായിട്ട് പറയാനുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ കാര്യം. പുറകിലെ സീറ്റും എയർ വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അതുപോലെ തന്നെ പുറകിലെ സീറ്റുകൾ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ചൈൽഡ് സീറ്റ് പാർട്ട് കാണാം. അത് നമുക്ക് ഇതുപോലെ ആംറസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതിനുള്ളിൽ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ റിക്ലൈൻ ചെയ്യുന്നത് നമുക്കറിയാം, ഇവിടെ ആയിട്ട് മേലായിട്ടൊരു ട്രിഗർ ഉണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ റിക്ലൈൻ ചെയ്യാൻ പറ്റിയൊരു സീറ്റാണ് ഇതിന് വരുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാം. ഇത്രയും ഈ ഒരു രീതിയിലുള്ള വൈഡായിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിലുള്ള പൊസിഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ദൂരയാത്രകളൊക്കെ പറ്റും. ഒരു ഫീച്ചർ പറയുമ്പോൾ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞു. പിന്നീട് നമുക്ക് ഈ ഒരു സീറ്റ് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് സൈഡിലേക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിക്ലൈൻ ചെയ്യാം. നല്ല വൈഡായിട്ട് തന്നെയുള്ള റിക്ലൈനും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഇന്ന് കാണിച്ചു തന്നു. ഈ ഒരു രീതിയിൽ ഇത്രയും വൈഡായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടും. അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യാനും മറ്റൊക്കെ സുഗമമായിട്ട് സാധിക്കും ഈ ഒരു രീതിയിലാവുമ്പോൾ. ഇനി നമുക്ക് ഡിക്കി സ്പേസിലേക്ക് വരാം. ഓക്കെ, ഇനി ബൂട്ട് സ്പേസിലേക്ക് വരാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു 465 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ചെറിയൊരു പാർസൽ ട്രെയിലാണ്. ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാർസൽ ട്രെയിൽ വന്ന് തട്ടുന്നതുകൊണ്ട് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ റിക്ലൈൻ ചെയ്താൽ തന്നെ നമുക്ക് ഇത്രയും ഈ ഒരു ലഗേജ് സ്പേസ് നമുക്ക് കൂട്ടാവുന്നതാണ്. അതായത് നമ്മൾ അങ്ങോട്ട് റിക്ലൈൻ ചെയ്യുന്ന സമയത്ത് അത്രയും ലഗേജ് സ്പേസ് അവിടെ കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിക്കി സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. താഴെയായിട്ട് സ്പെയർ വീൽസ്, അതിന് ടൂൾസ് കാര്യങ്ങളൊക്കെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ രീതിയിലാണ്. ഇവിടെ ആയിട്ട് ഹാൻഡിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴ്ത്തുന്ന സമയത്ത് ഇവിടെ പിടിച്ചത് താഴെ നമ്മൾ ബോഡി സൈഡിലൊക്കെ പിടിക്കുന്ന സമയത്ത് പൊടിയ കാര്യങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സീറ്റ് ഫുള്ളായിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാർസൽ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇത്രയും സ്റ്റോറേജ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബൂട്ട് സ്പേസിനെ കുറിച്ച് ഓവറോൾ നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ സ്പെക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ്. 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്ററിന്റെ ഡീസൽ എഞ്ചിനുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 3 ടൈപ്പ് ഓഫ് ഗിയർ ബോക്സുകളാണ്. ടെർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ 7 സ്പീഡ് DCT അതിൽ വരുന്നുണ്ട്. 120 PS പവറും അതുപോലെ തന്നെ 116 Nm ടോർക്കും ആണ് ഈ ഒരു ടെർബോ പെട്രോൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 116 PS പവറും അതുപോലെ തന്നെ 250 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൈലേജിന്റെ കാര്യം ഇതുവരെയായിട്ടും കിയ അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രൈസിംഗിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഓൺ റോഡ് അതുപോലെ തന്നെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങളൊന്നും കിയ ഇതുവരെയായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്ക് കീയിലേക്ക് വരുമ്പോൾ 4 കീ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു കീയുടെ പ്രത്യേകത നമുക്ക് വാഹനത്തിന് പുറത്ത് നിന്ന് തന്നെ പവർ വിൻഡോസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഹോൾഡ് ഫംഗ്ഷന്, അൺലോക്ക് ഫംഗ്ഷനുകളൊക്കെ അടങ്ങിയൊരു കീ സെറ്റാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ 4 കീ വരുന്നത്. അപ്പോൾ ഈ ഒരു കീയുടെ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് നോക്കാം. അത് നമുക്ക് വാഹനം അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ
ഈ ഒരു പവർ വിൻഡോ കാണുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫീച്ചർ വരുന്നത്. ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പവർ വിൻഡോ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫുള്ളായിട്ട് പോയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓവറോൾ ആയിട്ട് ഇതിന് 4Kയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഈ ഒരു സിറോസിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ